ഇന്ന് ചോറ് വെക്കാനായിട്ട് അടുക്കളയിലോട്ട് വന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ. ഉച്ചക്കത്തേക്കുള്ള ഇഞ്ചിക്കറിക്ക് വേണ്ടി തൈര് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോവയെടുത്ത് മുഖത്തും ദേഹത്തും ഒക്കെ പറ്റിട്ടോ. അങ്ങനെ അവളെയൊക്കെ ഒന്ന് കുളിപ്പിച്ചെടുത്തിട്ടാണ് പിന്നെ അടുക്കളയിലോട്ട് വന്നത്. ഇനിയിപ്പോ ഇതാ അത്യാവശ്യം വലുപ്പമുള്ള മീൻ ഇട്ടിട്ടുണ്ട്. ഇനി അത് വെട്ടാനുള്ള ആയുധ റെഡിയാക്കലാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഞാൻ കത്തിയൊക്കെ മുറിച്ചുവിട്ടുന്നത് ഈ ഒരു സംഭവത്തിലാണ് കേട്ടോ. ഇപ്പൊ ഇതാ മീൻ വെട്ടുമ്പോഴാണ് മനസ്സിലായത് എന്റെ കയ്യിലെ ഒരു നെയിൽ എക്സ്റ്റൻഷൻ ഇളകി പോയിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാൻ നെയിലൊക്കെ ഒട്ടിച്ച ഒരു 3-4 ദിവസമൊക്കെ നിൽക്കുന്നതാണ്. ഇതിപ്പോ ഇന്നലെ ഒട്ടിച്ചതേ ഉള്ളൂ. അങ്ങനെ ഇതാ കുറെ പാട് വെട്ടിട്ടാണ് കേട്ടോ മീനൊക്കെ വെട്ടിത്തീർന്നത്. പിന്നെ ഇത് എന്നെ പറഞ്ഞാൽ മതിയല്ലോ, എന്റെ ഒരു അഹങ്കാരത്തിന് ആ ചേട്ടന്മാരുടെ വീട് വെട്ടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ മീനൊക്കെ വെട്ടി തീരുമ്പോഴേക്കും അരിയും വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് നേരെ റൈസ് കുക്കറിലോട്ട് വെച്ചുട്ടാ. ഇനി ബാക്കിയുള്ള വേവ് ഇത് കിടന്നായിക്കോട്ടെ. പിന്നെ ഇതാ വേഗം കറിക്കുള്ള അരപ്പൊക്കെ അരച്ചിട്ട് അതും വേഗം അടുപ്പിലോട്ട് വെച്ചു. ആ ഒരു സമയം കൊണ്ട് തന്നെ മീനും പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും വറക്കാനായിട്ട് വെച്ചു. അപ്പോഴേക്കും നമ്മുടെ ചോറിന്റെ വെള്ളം ഊറ്റാനുള്ള സമയമായിട്ടുണ്ട്. ഇപ്പൊ അധികം വേവില്ലാത്ത അരിയാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ റൈസ് കുക്കറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നായി കിട്ടും. അങ്ങനെ അതൊക്കെ ഊറ്റിയെടുത്തു. പിന്നെ ഇതാ അപ്പോഴേക്കും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അടുത്തടുപ്പ് കേൾക്കുന്ന മീനും അങ്ങനെ തിരിച്ചിട്ടുട്ടാ. ഇനിയിപ്പോ ഇതാ അവസാനമായിട്ട് ഇഞ്ചിക്കറി ഒന്ന് ആക്കണം. അതിനായിട്ട് ഇതാ മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലോട്ടേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് അരച്ച് ആ ഒരു അരപ്പിലോട്ട് മോര് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവസാനമായിട്ട് കടുക് താളിച്ചത് കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാൻ. ടാറ്റാ ബൈ ബൈ, സീ യു.